SKSF ഏത് ഘട്ടങ്ങളിലും അങ്ങനെ തന്നെ. സമസ്തക്കൊരു പ്രതിസന്ധി വരുമ്പോ SKSF നോക്കി നിൽക്കൂല. ഒരുപക്ഷെ ചില ആളുകൾ ചോദിക്കും, വിവാദങ്ങൾ മാത്രമേ ഉള്ളൂ. വിവാദങ്ങളല്ല, നമ്മൾ യുവാക്കളാണ്, വിദ്യാർത്ഥികളാണ്. ഉസ്താദുമാരൊക്കെ പ്രായമുള്ളവരാണ്. ഒരുപക്ഷെ യുവാക്കൾ പ്രവർത്തിക്കുന്നത് പോലെ ആ രൂപത്തിൽ അവർക്ക് ഇടപെടുവാനോ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങൾ നയിച്ചോളൂ എന്ന് പറയുന്ന കർത്തവ്യമാണ് 3.5 പതിറ്റാണ്ട് കാലമായിട്ട് ഈ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകും. എതിർക്കുന്നവരുണ്ടാകാം, തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം. അവർക്കൊന്നും വഴങ്ങുന്ന പ്രശ്നമേ സംഘടനയെ സംബന്ധിച്ചിടത്തോളമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ്. ആരുണ്ട്, ആരില്ല, ആര് കൂടെയുണ്ട്, ആര് കൂടെയില്ല എന്നുള്ളതല്ല വിഷയം. നമ്മൾ സമസ്തയോടൊപ്പമാണോ എന്നത് മാത്രമേ സമസ്തയുടെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കാര്യമായിട്ട് എടുക്കേണ്ടതുള്ളൂ. ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ പ്രവർത്തിക്കുന്ന ഗ്രാമങ്ങളിലും ജില്ലകളിലും മേഖലകളിലും സംഘടനയുടെ ശാക്തീകരണവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നിങ്ങളുടെ ഈ നാടുകളിൽ ഇവിടെയുള്ള മദ്രസ സംവിധാനങ്ങളെ, സംഘടനാ സംവിധാനങ്ങളെ ശാക്തീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പല രീതിയിലും തകർക്കാനും തളർത്താനും ശ്രമിക്കും. പല രീതിയിലും ഭീഷണിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. പല രീതിയിലും പലരുടെ താല്പര്യങ്ങളും അവരുടെ മനസ്സിൽ നിന്ന് വിസർജിക്കുന്ന താല്പര്യങ്ങൾ നമുക്കെതിരായിട്ട് പ്രയോഗിക്കുവാൻ ശ്രമിക്കും. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, നമ്മൾ ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന ഊർജം കൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള സംഘടനാ പ്രവർത്തകന്മാരിലേക്ക് ഇതിന്റെ സന്ദേശം നമ്മൾ